ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ എക്സസൈസ് 2.4 തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, 10, 100, 1000 ഇതുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഈസിയാണ്. ഫസ്റ്റ് 1.3 ഇൻറ്റു 10, 10, 100, 1000 ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഞാൻ പറഞ്ഞേ, ഒന്നും ചെയ്യണ്ട, ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുക. 1.3 എന്നുള്ളതിന് പകരം നമ്മൾ എന്നാ എഴുതും? 30. ഓക്കെ, ഇനി നോക്കിയേ, 10 ആണ്. അപ്പൊ എത്ര പ്ലേസ് മാറ്റിയാൽ മതി? 1 പ്ലേസ്. എവിടുന്ന് മാറ്റും? പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഈ പോയിന്റ് ഇപ്പുറത്ത് വരും, 3 കഴിഞ്ഞ് വരും. അപ്പൊ 13 പോയിന്റ് അതിനപ്പുറത്തൊന്നുമില്ല, 0 കൊടുത്തു. അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പോയിന്റിന് ശേഷം നമ്പർ ഒന്നും ഇല്ലെങ്കിൽ പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 13. മനസ്സിലായില്ലേ മക്കളെ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകട്ടെ, അത് നമ്മൾ പഠിക്കുകയല്ലേ. ഓക്കെ, 36.8 ഇൻറ്റു 10. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? നമ്പർ അങ്ങോട്ട് എഴുതും. 368 നമ്പർ എഴുതി അല്ലേ? 10 കൊണ്ടാണ് 1 പ്ലേസ്. എവിടുന്ന്? പോയിന്റ് തൊട്ട് 1 പ്ലേസ് റൈറ്റിലോട്ട്. റൈറ്റിലോട്ട് പോയി. അപ്പം 8ന് ശേഷം വരും പോയിന്റ്. പോയിന്റ് കഴിഞ്ഞ ആളുണ്ടോ? ഇല്ല. അപ്പൊ പോയിന്റിന്റെ ആവശ്യമുണ്ടോ? 368. നെക്സ്റ്റ് 153.7 ഇൻറ്റു 10. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ എഴുതി 1537. എത്ര ഉണ്ടോ മക്കളെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 10 കൊണ്ട്. അപ്പൊ എത്ര? 1 പ്ലേസ്. എവിടുന്ന്? പോയിന്റിന്ന് റൈറ്റിലോട്ട് പോട്ടെ, ഒരു പ്ലേസ് മാറി. അപ്പൊ ആര് കഴിഞ്ഞ് വന്നു? 0 അല്ല, ഇതാ ചെയ്യുന്നല്ലേ, സോറി. ഇവിടെ 153.7. അപ്പൊ പോയിന്റ് 1 പ്ലേസ്. അപ്പൊ ഇവിടെ കിടന്ന പോയിന്റ് ആരുടെ അപ്പുറത്ത് വന്നു? 1 പ്ലേസ് മാറിയപ്പോ 7ന്റെ അപ്പുറത്ത് പ്ലേസ് ഒന്നും ഇല്ല, നമ്പേഴ്സ് ഇല്ല. അപ്പൊ പിന്നെ പോയിന്റിന്റെ ആവശ്യമില്ല. ആൻസർ 1537. മനസ്സിലായി? അടുത്തത് 168.07 ഇൻറ്റു 10. അപ്പൊ ആദ്യം നമ്പർ എഴുതുക. 16807. 10 കൊണ്ടാണ് 1 പ്ലേസ്. എവിടുന്ന് പോകണം? പോയിന്റ് തൊട്ട് എങ്ങോട്ട് പോകണം മക്കളെ? ഇങ്ങോട്ടാ പോകണ്ട, റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ് അല്ലേ? പോയിന്റിൽ നിന്ന് 1 പ്ലേസ് റൈറ്റിലോട്ട് പോയിട്ട് എവിടെ വരും? 0ക്ക് അപ്പുറം. പോയിന്റ് കൊടുത്തു. ഇവിടെ പോയിന്റ് വേണം, കാരണം അതിനപ്പുറത്ത് 7 കിടപ്പുണ്ട് അല്ലേ? ഓക്കെ, അത് നമ്മൾ 100 വെച്ചു. ഇനി 31.1 ഇൻറ്റു 100. അപ്പൊ നമ്മൾ ആദ്യം എഴുതി 311. എത്ര പ്ലേസ് മാറ്റണം മക്കളെ? 2 പ്ലേസ് മാറ്റണം. മാറ്റിക്കോ. എവിടുന്ന്? പോയിന്റ് തൊട്ട്. ഇവിടെ പോയിന്റ് 1. രണ്ടാമതൊരു പ്ലേസ് മാറ്റാൻ ഇല്ല. അപ്പൊ പ്ലേസ് മാറ്റാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്നാ കൊടുക്കണം? അതിനപ്പുറത്ത് 0 കൊടുക്കണം. ഇവിടെ അല്ല കൊടുക്കുന്നത്, ആൻസറിൽ കൊടുക്കണം. എന്നിട്ട് പോയിന്റ് കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞ് പ്ലേസ് ഉണ്ടോ? ഇല്ല. അപ്പൊ പോയിന്റ് ആവശ്യമുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ 0 കൊടുക്കുന്ന പ്ലേസ് ഇല്ലെങ്കിൽ 0 കൊടുക്കുന്ന കാര്യം. ഓക്കെ, അടുത്തത് 156.1 ഇൻറ്റു 100. അപ്പൊ 156.1 എഴുതി. എത്ര 0? 2 0 ആണ്. അപ്പൊ 2 പ്ലേസ് പോയിന്റ് തൊട്ട് റൈറ്റിലോട്ട് മാറ്റിക്കേ. 1 പ്ലേസ് മാറ്റാനുള്ളൂ, സെക്കൻഡ് പ്ലേസ് മാറ്റാനില്ല. അപ്പൊ നമ്മൾ എന്നാ കൊടുക്കും? 1ന്റെ അപ്പുറത്ത് 0 കൊടുത്തിട്ട് പോയിന്റ് കൊടുക്കും. പോയിന്റ് കഴിഞ്ഞ് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതാണ്, പോയിന്റിന്റെ ആവശ്യം ഇല്ല. അടുത്ത 3.62 ഇൻറ്റു 100. അപ്പൊ നമ്മൾ എന്നാ എഴുതും? 362 എഴുതും. എത്ര? 2 സ്ഥാനം പോയിന്റ് തൊട്ട് റൈറ്റിലോട്ട്. 1 2 കഴിഞ്ഞ് പോയിന്റ്. അത് കഴിഞ്ഞ് നമ്പേഴ്സ് വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ പോയിന്റ് ആവശ്യമുണ്ടോ? ഇല്ല. 362. അടുത്തത് 43.07 ഇൻറ്റു 100. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതും, ഈ സംഖ്യ എഴുതാം. 4307. ഓക്കെ മക്കളെ, 100 കൊണ്ടാണ് 2 പ്ലേസ്. പോയിന്റ് തൊട്ട് റൈറ്റിലോട്ട് മാറ്റാൻ 1 2. അപ്പൊ 7ന് ശേഷം പോയിന്റ്. അത് കഴിഞ്ഞ് നമ്പർ ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ആവശ്യമുണ്ടോ മക്കളെ? ഇല്ല. അടുത്ത 0.5 ഇൻറ്റു 10. നമ്പർ മാത്രം എഴുതാം. ഏത് മാത്രം എഴുതി? 5. 0.5 എന്ന് എഴുതണം, വേണ്ട, 5 എഴുതി. എത്ര കൊണ്ടാ? 10 കൊണ്ട്. അപ്പൊ എത്ര പ്ലേസ് മാറ്റണം? 1 പ്ലേസ്. 1 പ്ലേസ് പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഇവിടെ 5ന് ശേഷം പോയിന്റ്. അതിൻ്റെ അപ്പുറത്ത് നമ്പർ ഇല്ല. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ?
5. അടുത്ത 0.08. അപ്പോൾ നമ്പർ എത്ര എഴുതണം? 008 എഴുതണം. വേണ്ട, 8 മാത്രം എഴുതുക. ഓക്കെ. എത്ര പ്ലേസ്? 1 പ്ലേസ്. പോയിന്റ് തൊട്ട് എണ്ണിക്ക്. പോയിന്റ് തൊട്ട് ഇവിടെ കാണുന്ന പോയിന്റാ. 1 പ്ലേസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത്, അതായത് 8ന്റെ അപ്പുറത്ത്. ഇവിടെ സംഖ്യ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. മനസ്സിലായോ? ഇവിടെയാണ് പോയിന്റ് കിടന്നത്. 10 കൊണ്ടാകുമ്പോൾ 2 പ്ലേസും ഒരു പ്ലേസ് മാറ്റണം. ഇവിടെ കിടന്ന പോയിന്റ് ഇങ്ങോട്ട് വരും, ഇവിടെ വരും. കണ്ടോ? 8ന്റെ അപ്പുറത്തായിട്ട് വരും, 8ന്റെ മുമ്പിൽ. അടുത്ത 0.9 × 100. അപ്പം 9 മാത്രം എഴുതി. പോയിന്റ് മാറ്റിക്കോ. എത്ര പ്ലേസ് മാറ്റണം? 2. ഇവിടുന്ന് 1. രണ്ടാമത് മാറ്റാനില്ല. അപ്പം എന്നാ കൊടുക്കണം? മാറ്റാൻ 0 കൊടുത്തിട്ട് പോയിന്റ് കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞ് നമ്പേഴ്സ് ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ പോയിന്റിന്റെ ആവശ്യമില്ല. 90. മനസ്സിലാകുന്നില്ലേ മക്കളെ? ഓക്കെ. അടുത്ത 0.03 × 1000. അപ്പൊ ഏത് മാത്രം എഴുതുക? 3 മാത്രം എഴുതി. എത്ര പ്ലേസ് മാറ്റണം? 1000 ആയിട്ട് 3 പ്ലേസ് മാറ്റണം. മാറ്റിക്കോളുന്ന 1 2 3 മാറ്റാനില്ല. അപ്പൊ 3യുടെ അപ്പുറത്ത് എന്നാ കൊടുക്കണം? 3 പോയിന്റ്. അത് കഴിഞ്ഞ് പോയിന്റ് കൊടുക്കണം. 3 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ്. 1 2 3 മാറ്റാൻ എല്ലാത്തിനും 0 കൊടുത്തിട്ട് പോയിന്റ്. പോയിന്റിന് ശേഷം നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് പോയിന്റ് ആവശ്യമില്ല മക്കളെ. ഇപ്പൊ പഠിച്ചില്ല നിങ്ങൾ? മുമ്പത്തെ നമ്മൾ എക്സാമ്പിൾസും പഠിച്ചു. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പം ഈ പോയിന്റ് കൊടുക്കേണ്ട കാര്യം നിങ്ങൾ പഠിച്ചു അല്ലേ? 10 100 അത് 10 100 1000 മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കും. 10 100 1000 ആകുമ്പോൾ പോയിന്റിന് റൈറ്റിലോട്ട് മാറ്റണം. അല്ലാത്ത കേസിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ പ്ലേസ് തന്നെ എടുത്തിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റണം. അത് ഓർത്തിരിക്കണം. അതായിക്കോളും. ആദ്യം ഒരു കൺഫ്യൂഷൻ, അതിനുശേഷം തറവായിക്കോളും മക്കളെ. ഞാനല്ലേ പറയുന്നത്. ഓക്കെ മക്കളെ, ഇത് ചെയ്ത് പഠിക്കണം, ചെയ്ത് നോക്കണം. ഒരെണ്ണം പോലും ചുമ്മാ കേട്ടിട്ട് മനസ്സിലായെന്ന് പറഞ്ഞ് വിടരുതേ. നിങ്ങൾ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. ഓക്കെ മക്കളെ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. താങ്ക് യു.